ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പവർഫുള്ള ആയിട്ടുള്ള 2 വചനങ്ങളാണ്. കഴിഞ്ഞ ഒരു 3-4 മാസം കൊണ്ട് കറങ്ങി അടിച്ച് തിരിച്ചു മറിഞ്ഞ് കാര്യങ്ങൾ ശരിയാക്കി പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള എന്നാൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ഫിനാൻഷ്യലുണ്ട്, അല്ലാത്തതുണ്ട്. അങ്ങനെ പക്ഷേ കാര്യങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് ശരിയായി കിട്ടിയ എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ അനുഭവം ആ 2 വചനങ്ങൾ എൻ്റെ വീടിൻ്റെ ഹാളിൽ തന്നെ വർഷങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ജോബ് 22:28. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ച് കിട്ടും, നിൻ്റെ പാതകൾ പ്രകാശിതമാകും. അടുത്ത വചനമാണ് മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കാനാൻകാരി സ്ത്രീയുടെ മകളുടെ പിശാച് ക്രൂരമായിട്ട് ആവശ്യിച്ചിരുന്ന ആ ബന്ധനം വിട്ടുപോയി, സൗഖ്യം കിട്ടി. അവിടെ കർത്താവ് ചൂണ്ടിക്കാണിച്ച പ്രധാന കാര്യം ഇതാണ്: നിൻ്റെ വിശ്വാസം വലുതാണ്. അതുകൊണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ടോ കമൻറ്റ് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ വിശ്വാസം പവർഫുൾ ആകണം. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, ഡോക്ടർ ജോസഫ് മർഫി. ലോകം മുഴുവൻ കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആ പുസ്തകം മുഴുവൻ അരിച്ചു പറിക്കപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: ജോബ് 22:28 ബൈബിളിലൊരു വചനമാണ്. ആ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൽ അടിത്തറയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. അമേരിക്കൻ തത്വചിന്തകനായ റാൽഫ് വാൽഡോ എമേഴ്സൺ പറഞ്ഞിരിക്കുകയാണ്, ഒരാൾ ദിവസം മുഴുവൻ അല്ലെങ്കിൽ എന്താണോ ഒരു പിന്നെയും പറയുന്നത് അത് തന്നെ സംഭവിക്കും. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും, വചനം എഴുതുകയും ചെയ്യും, എല്ലാം ചെയ്യും. എന്നിട്ട് പറയും നടക്കാൻ പോകില്ല, ശരിയാവുന്നില്ല, ഇതൊന്നും നടക്കാവുന്ന കാര്യമൊന്നുമല്ല, നമുക്കൊന്നും ഇതൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ ആരും ശരിയല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് സാമ്പത്തികത്തിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്മുടെ ഉപബോധം മനസ്സില്ല, നമ്മുടെ ഉള്ളിലെ ചിന്ത ഇതാണ്: ഓ, ഈ കാലത്ത് നേരെ ചൊവ്വയൊന്നും പണം ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല, ഇവരെല്ലാവർക്കൊക്കെ കള്ളപ്പണമാണ്, ഓ എൻ്റെ ദൈവമേ പോണ പോക്ക് കണ്ടില്ല, എങ്ങനെ കിടന്നു വെച്ചവനാണ്, ഇതൊന്നും നേരെ ചൊവ്വ ഉണ്ടാക്കിയതല്ല. ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകളെല്ലാം കളയുക. നമ്മൾ അന്വേഷിക്കുന്ന അതേ പണം, അതേ സമ്പത്ത്, അതേ മാർഗങ്ങളെ തന്നെ നമ്മൾ നൊടിയുടെ കുള്ളിൽ തന്നെ അപ്പുറത്ത് കിടക്കുന്നത് ഇങ്ങനെ കൊളുത്ത് പോലെ എതിരായിട്ടുള്ള വചനം. അപ്പം അതങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞ് ഒന്ന് റിലാക്സ് ആകുക. ഇതുവരെയുള്ളതെല്ലാം പോയി, ഒരുപാട് വഞ്ചിക്കപ്പെട്ടു, വഴികളെല്ലാം അടഞ്ഞു പോയി. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിന് വേണ്ടി ഇനിയും വഴി തുറന്നു തരാൻ പറ്റും എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, കളക്ടർ ആണോയെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിലൊരു കോമൺ സെൻസ് ഇല്ലയെന്ന് നമുക്കറിയാം. എന്നെ ഒരാൾ ഇങ്ങനെ കണ്ണൂരിൽ നിന്ന് എപ്പോഴും വിളിക്കുമായിരുന്നു, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ, അയാളുടെ ശുദ്ധ മനസ്ഥിതിയാണ്, നല്ല ജോലി വല്ലതും കിട്ടാൻ വഴിയുണ്ട്. അപ്പോൾ കൂലിപ്പണിയാണ്, അത് മുടങ്ങാതെ ഉണ്ട്, അതുകൊണ്ടെല്ലാം ഉണ്ടാക്കിയത്. പക്ഷേ മെച്ചപ്പെട്ട ഞാനൊരു ദിവസം ചോദിച്ചു, എൻ്റെ പൊന്നു സഹോദരൻ, നിങ്ങളൊരു 10ാം ക്ലാസ് അതിൻ്റെ താഴെയുള്ള ഒരു അവസ്ഥയാണ്, നിങ്ങൾക്ക് വേറെ എന്ത് ജോലിയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് വെച്ചു. അപ്പോൾ ഈ ജോലി എടുക്കാനുള്ള ആരോഗ്യം, അതുവഴി മുടങ്ങാതെ ജോലി കിട്ടുന്ന അവസ്ഥ, അതുകൊണ്ട് കാര്യങ്ങൾ കുറേ ക്രമീകരിച്ചു. അത് ഉൾക്കൊള്ളാൻ ആ മനുഷ്യന് സാധിച്ചു. മറ്റേത് ഭയങ്കര അസംതൃപ്തിയാണ്, വലിയ ജോലി, അധികം പണിയെടുക്കാതെ കൂടുതൽ ശമ്പളം, അത് അങ്ങനെ കിട്ടുമോ ലോകത്ത്? അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ജോബ് 22:28 മത്തായി 15:28 15:28 അത് കൊള്ളാമല്ല. മത്തായി 15:28 പെട്ടെന്ന് മറന്നു പോകില്ല. അതിലെ ഈ വചനം, കാനാൻകാരി സ്ത്രീയോട് ഈശോ, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് യേശു ദൈവം എന്നിലേക്ക് നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മളോടും പറയുന്ന ഇതാണ്: ഡീപ്പായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് നിങ്ങൾക്ക് ഈ വചനം പ്രാർത്ഥന കേൾക്കുമ്പോൾ ഉണ്ടോ? അസാധ്യ കാര്യം, വർഷങ്ങളായിട്ട് നീണ്ടുപോകുന്ന, നടക്കാതെ കിടക്കുന്ന, അടഞ്ഞു കിടക്കുന്ന വഴികൾ നമുക്ക് തുറന്നു കിട്ടും. നമ്മുടെ നിയോഗം സാധിച്ച് കിട്ടും. ഡീപ്പായിട്ട് വിശ്വസിക്കുക. ഒരു സഹോദരി എന്നോട് പറഞ്ഞതാ, 30 വർഷമായി എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്, ഇത് വേറെ ഒരിക്കൊക്കെ വർക്ക് ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും സമയം മണിക്കൂർ എൻ്റെ പ്രസംഗം കേട്ടു, എത്രയോ നാളുകളായിട്ട് കേൾക്കുന്നു. സഹോദരി, ഇത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ തടസ്സം എന്ന് പറഞ്ഞു. അല്ല ബ്രദറെ, എനിക്ക് ഇത്രയും വയസ്സായി, ഈ 30 വർഷമായിട്ട് ഇയാൾ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്, എന്തിനും എതിര് പറയുന്ന, എല്ലാത്തിനും തർക്കിക്കുന്ന ഇങ്ങനത്തെ സ്വഭാവം. പക്ഷേ ആ മനുഷ്യനെ 3-4 വർഷം ഞാൻ പിന്നീട് കണ്ടു, നല്ല കോഴി മാടപ്രാവിനെ പോലെ. ആ ഭാര്യ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, വിശ്വസിക്കുക, നിങ്ങളാണ്
പ്രശ്നം, നിങ്ങൾക്കാണ് തടസ്സം എന്ന് പറഞ്ഞു. നമ്മൾ മറ്റുള്ളവരല്ല പലപ്പോഴും തടസ്സം പറയുന്നു. മാറിയിരിക്കും, കിട്ടിയിരിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പൈങ്കിളി പോലെ ആയി. അത്രയും മാറ്റം. മക്കൾ പറയാ, ഇത് ഈ പ്രായമായപ്പോഴാ ഒരു പഞ്ചാര, ഒരു വേഷം കെട്ട്, ഒരു നാടൻ കളി. മക്കളും വരുമായിരുന്നു പരാതി പറയാൻ. അവരെ പോലും നാണം കിടന്ന് അതിശയിപ്പിക്കുന്ന രീതിയിൽ അപ്പനും മാറ്റം, അപ്പനും അമ്മക്കും മാറ്റം, കുടുംബത്തിലും മാറ്റം. അതുകൊണ്ട് ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞതല്ല, ഇതുപോലെ ഏത് കാര്യം. ഞാൻ ഒരു അമ്മച്ചി പറഞ്ഞു കേസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നു. പക്ഷെ അവർ എതിർ പാർട്ടി ഭയങ്കര വലിയ പാർട്ടിയാണ്, അവർക്ക് ഭയങ്കര കാശാണ്, അവരുടെ കൂടെ നീതിയും കേസും എല്ലാം നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരുടെ വക്കീൽ അവർക്കിത് ആവശ്യം വന്നിട്ട് നമ്മുടെ അടുത്ത് അവരാ ബ്രദറെ കേസ് കൊടുത്തത്, നമുക്കിത് തീർക്കാമെന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തീർന്ന ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവർക്ക് എന്തോ ഒരു ആവശ്യം വന്നു, ഇതെല്ലാം തീർത്തേ പറ്റൂ. അങ്ങനെ തീർന്ന് കിട്ടി. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഇതുവരെ വിവാഹം നടക്കാത്ത 46 വയസ്സ് കഴിഞ്ഞ ദിവസം കല്യാണം നടന്ന പ്രാർത്ഥിക്കാൻ വന്നൊരു കേസാണ്. 42 വയസ്സ് രണ്ടെണ്ണം ഓർക്കാണ് അടുത്ത നാളിൽ 2 കല്യാണം നടന്നു. 35 വയസ്സ് ഈ അടുത്ത ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന വചനം പറഞ്ഞു കൊടുത്ത വിശ്വസിക്ക്. സാഹചര്യങ്ങളെല്ലാം എതിരായിരിക്കും, എല്ലാവരും എതിരായിരിക്കും, ആരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാനില്ല. പക്ഷേ ഈ ബ്രഹ്മാണ്ടം ഇങ്ങനെ കറങ്ങുമ്പോഴേക്കും അതിലെല്ലായിടത്തും ആരുടെ പവറുണ്ട്? ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്. 10,000 കോടി ന്യൂറോൺസ് ഉണ്ട് നമ്മുടെ തലയിൽ. 10,000 കോടി. എൻ്റെ ദൈവം, ഇതൊക്കെ ആരാ അറിയുന്നത്? ആർക്കാ മനസ്സിലാവുന്നത് പറയും. അപ്പം മെസ്സേജുകൾ ഇങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ അത് ഇങ്ങനെ അതിൻ്റെ വികിരണം, അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശ്വസിക്കുക, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. അപ്പോൾ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ആ സമയം മുതൽ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ കമൻ്റ് അയക്കണം, നിങ്ങളുടെ സാക്ഷ്യം അയക്കണം, ടെസ്റ്റിമണി അയക്കണം. പലരും എന്നെ അയക്കുന്നുണ്ട്, വന്ന് പറയുന്നുണ്ട്, വിളിച്ച് പറയുന്നുണ്ട്, വാട്സാപ്പിലൂടെ അയക്കുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേരും കൂടെ എഴുതിയിട്ട് വേണം ഒന്ന് വിടാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്ഭുതം നടക്കും. ഈ 2 വചനം ജോബ് 22:28, ജോബ് 15:28. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ, എനിക്ക് ഭവിക്കട്ടെ, എന്നിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ ആ വെറുപ്പും വൈരാഗ്യവും വാശിക്കണ്ട, അതൊക്കെ പറിച്ച് കീറിക്കളി. നമുക്കറിയാം, പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ പഴയ ചേണിയും അഴുക്കൊക്കെ ഉണ്ട്, തേച്ചൊരച്ച് കഴിയിട്ടടിച്ചാൽ ആ കോട്ടിങ് പിടിക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരു കോട്ടും കൂടെ അടിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ഇത്രയും നാളില്ലാത്ത അല്ലെങ്കിൽ ഇത്രയും നാൾ നടക്കാത്ത കാര്യം ഇനി ഒരിക്കലും നടക്കൂലെന്നല്ല, അത് നടക്കും, മാറ്റം വരും. ഓക്കെ, കോൾ ബസ്റ്റ് ഇത് സ്വീകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് അനുഭവവേദ്യമാണെങ്കിൽ ഇത് കിട്ടാത്ത ഇതുപോലെ ഒരു അഭിഷേകം വചനം അന്വേഷിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ 2 വചനത്തിൻ്റെ ഈ മാജിക്, ദ ലോ ഓഫ് അട്രാക്ഷൻ, അത് നമ്മളിൽ തന്നെയാണ് സംഭവിച്ചിരിക്കും, മാറിയിരിക്കും, നടന്നിരിക്കും, കിട്ടിയിരിക്കും. ഇതുവരെ പൊട്ടിയതായിരിക്കാം, തട്ടിയതായിരിക്കാം, കിട്ടാത്തതായിരിക്കാം, തടസ്സപ്പെടുത്തിയതായിരിക്കാം. അതെല്ലാം തകർത്ത് ഒരു ബാങ്ക് മാനേജറെ വിൽക്കാത്ത വസ്തുവിന് പോലും ഇതുപോലെ സഹോദരങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അതെല്ലാം വിട്ടേക്ക്, അതിങ്ങോട്ട് വന്ന് നടക്കുമെന്ന് പറഞ്ഞ് നല്ല വില കിട്ടും ഡ്രീം ചെയ്ത് പ്രാർത്ഥിച്ചു. ചടപടാന്ന് 2-3 മാസത്തിനുള്ളിൽ ആളുകളായിട്ട് കുഴഞ്ഞു പറഞ്ഞ് കിടക്കുന്ന കാര്യം നടന്നു കിട്ടി. ഇങ്ങനെ വാതോരാതെ പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർ 18 വർഷം, 20 വർഷം, 22 വർഷം ഇവിടെ ഒരു ആൽബം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അല്ല, എത്രയോ എണ്ണം അങ്ങനെ കിട്ടാതെ പോകുന്നു. അതുകൊണ്ട് ഡ്രീം ചെയ്യുക, ഇത് സക്സസ് ആകും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.